നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മെസ്സിയെ സംസ്ഥാനത്ത് എത്തിക്കുന്നതിനുള്ള ഇടപാടിൽ മുൻമന്ത്രി അബ്ദുൾ റഹ്മാന്റെ ന്യായീകരണം തള്ളി കായികമന്ത്രി ഒ.ജെ. ജനീഷ്. സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന് കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ. ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാർ വേണ്ടെന്നും പിണറായി. CJP സമരത്തിലെ പോലീസ് നടപടിയിലും അയോധ്യ സംഭാവന ക്രമക്കേടിലും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ചർച്ചയാകാമെന്ന് ലോക്സഭാ സ്പീക്കർ. വഴങ്ങാതെ പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. കമ്മ്യൂണിസ്റ്റുകാർ ഭീരുക്കളെന്ന നിർമ്മല സീതാരാമന്റെ പരാമർശത്തിലും ബ്രിട്ടാസിനെതിരായ ലുങ്കി പരാമർശത്തിലും രാജ്യസഭയിൽ ഇടത് MP-മാരുടെ പ്രതിഷേധം. തിരുവനന്തപുരത്തും നീണ്ടകരയിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ഗൗതം കൃഷ്ണയുടെ തെരച്ചിലിനായി കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഇറക്കിയത് വള്ളിക്കാവിൽ മാതാ അമൃതാനന്ദമയി മഠം തയ്യാറാക്കിയ ഹെലിപാഡിൽ. യുവത്വത്തെ പ്രകീർത്തിച്ച് അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റ്. യുവാക്കൾ രാജ്യത്തിന്റെ ഭാവി മാത്രമല്ല വർത്തമാനകാലത്തിന്റെ ശക്തി കൂടിയെന്ന് മോദി. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേശം. സ്വാതന്ത്ര്യദിനത്തിൽ ജൻസികളുമായി സംവദിക്കാൻ RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. അർജുൻ നായങ്കിയെ സോഷ്യൽ മീഡിയയിൽ പിന്തുണച്ചവരുടെ പട്ടിക തയ്യാറാക്കി പോലീസ്. വെല്ലുവിളി പോസ്റ്റ് ഇട്ടത് താൻ തന്നെയെന്ന് അർജുൻ നായങ്കി. ഫോൺ പോലീസ് കസ്റ്റഡിയിൽ. കാപ്പ ചുമത്താൻ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് കൈമാറി വളപട്ടണം SHO. ആയങ്കിയുമായി മട്ടന്നൂരിൽ തെളിവെടുപ്പ്. യുവേഫ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. PSG ആസ്റ്റൺ വില്ല പോരാട്ടം രാത്രി 12:30. മത്സരം നിയന്ത്രിക്കുക ലോകകപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട സൊമാലിയൻ റഫറി. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നടന്നത് കോടികളുടെ ക്രമക്കേട് എന്ന കണ്ടെത്തലിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ നീക്കം. മുൻ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാകുന്ന റിപ്പോർട്ടിൽ അന്വേഷണം മറ്റു തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചേക്കും. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിക്കും. ഉന്നതതല അന്വേഷണം നാളെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ലയണൽ മെസ്സിയെയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെയും ഉയർത്തിക്കാട്ടി കോടികളുടെ ക്രമക്കേട് നടന്നു എന്നാണ് കായിക വകുപ്പ് സെക്രട്ടറിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത്യന്തം ഗുരുതരമായ കണ്ടെത്തലിൽ ഉന്നതതല അന്വേഷണം നടത്താനാണ് സർക്കാരിന്റെ നീക്കം. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ നടന്നതിനാൽ ദേശീയ ഏജൻസികൾക്ക് അന്വേഷണം വിടണമെന്നാണ് കായിക സെക്രട്ടറി ശുപാർശ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഉന്നതതല അന്വേഷണം നടത്തിയ ശേഷം കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് മറ്റ് ഏജൻസികൾക്ക് വിടാമെന്നാണ് സർക്കാരിന്റെ തീരുമാനം. സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി സമ്മതിച്ചു എന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 126 കോടി രൂപ വിദേശത്തേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ കരാറോ ഔദ്യോഗിക സമ്മതപത്രമോ ഇല്ലാതെയാണ് സംസ്ഥാന സർക്കാർ സ്പോൺസർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചത്. അന്നത്തെ കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ദുരുപയോഗം ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വഴിവിട്ട നീക്കങ്ങൾക്ക് അന്നത്തെ ചീഫ് സെക്രട്ടറി ഒത്താശ ചെയ്തു നൽകിയെന്നും കണ്ടെത്തലുണ്ട്. അബ്ദുറഹ്മാൻ സ്പെയിനിലേക്ക് യാത്ര നടത്തിയതിലെ ദുരൂഹത കണ്ടെത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകിയതും വിശദമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുക്കും. ഉന്നതതല അന്വേഷണം നാളെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെസ്സി വിവാദത്തിൽ സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാൻ ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടർ വരെയുള്ള സംവിധാനങ്ങൾ ഇടപെട്ടതായി കായികമന്ത്രി ഒ.ജെ. ജനീഷ്. സർക്കാരിന് പണം നഷ്ടപ്പെട്ടില്ല എന്ന മുൻ കായികമന്ത്രിയുടെ വാദത്തിൽ കാര്യമില്ല. സർക്കാരിന് സാമ്പത്തിക ബാധ്യത മാത്രമല്ല, നിയമപരമായും ഭരണഘടനാപരമായും ചില ബാധ്യതകളുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു. മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞവർ നിലവിലെ വിവാദങ്ങൾ കേട്ടോ എന്നും ഒ.ജെ. ജനീഷ് ചോദിച്ചു. അല്ല, അദ്ദേഹത്തിൻ്റെ വാദം സർക്കാരിന് ഒരു ചില്ലിക്കാശ് പോലും നഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു വാദം. സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടായോ സാമ്പത്തിക ലാഭമുണ്ടായോ എന്നുള്ളതല്ല, സർക്കാർ എന്ന ഒരു വലിയ അതോറിറ്റിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്വകാര്യ ഇവൻ്റ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഇവൻ്റ് നടത്താൻ വേണ്ടി വരുന്ന ഒരു സ്വകാര്യ വ്യക്തിക്ക്
സർക്കാരിൻ്റെ പേരുപയോഗിക്കാൻ, സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ, ഭരണയന്ത്രം ഉപയോഗിക്കാൻ ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടറും പോലീസും GCDയും അതോടൊപ്പം തന്നെ SKF ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന പ്രൊസീജിയറിൽ അതേസമയം ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാറിന്റെ ആവശ്യമില്ല എന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രിക്ക് സ്പെയിനിൽ പോകുന്നതിന് കരാറൊന്നും ആവശ്യമില്ല. കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹ്മാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. അതിൻ്റെ മേലെ എന്തന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചാലേ പറയാൻ പറ്റും. അതേ കരാർ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റുമായിട്ടല്ലല്ലോ ഇത്തരം നടപടികൾ. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി ഇന്നും പാർലമെന്റ് തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. ചോദ്യോത്തരവേളയോട് സഹകരിക്കണമെന്ന സ്പീക്കറുടെ ആവശ്യം തള്ളി പ്രതിപക്ഷാംഗങ്ങൾ ലോക്സഭയിൽ മുദ്രാവാക്യം വിളിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ ഭീരുക്കളാണ് എന്ന കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ജോൺ ബ്രിട്ടാസിനെതിരെ നടത്തിയ പരാമർശത്തിലും ജോൺ ബ്രിട്ടാസിനെതിരെ സുഷ്മിത ദേവ് നടത്തിയ ലുങ്കിവാല പരാമർശത്തിലും രാജ്യസഭയിലും ബഹളമുണ്ടായി. അംഗങ്ങളെ ചേംബറിലേക്ക് വിളിച്ചുവരുത്തി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് ചെയർമാൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ല് രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. നാളെ വരെയാണ് പാർലമെന്റ് വർഷകാല സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. Arunji, you please take your seat. Let me make my observation. Please. എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റ് ലഹരി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ നടപടി കടുപ്പിച്ച് വ്യോമയാന മന്ത്രാലയം. ചട്ടങ്ങൾ പാലിക്കണമെന്നും പൈലറ്റുമാരിൽ ലഹരി പരിശോധന നിർബന്ധമാക്കണമെന്നും വിമാന കമ്പനികളോട് നിർദ്ദേശിച്ചു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവും. എയർ ഇന്ത്യ CEOയെ വ്യോമയാന മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു. എയർ ഇന്ത്യ ഫുക്കറ്റ് ഡൽഹി വിമാനം ആകാശത്ത് വെച്ച് 300 അടി താഴേക്ക് പതിച്ച സംഭവത്തിൽ പൈലറ്റിന്റെ 2ാം ലഹരി പരിശോധനയും പോസിറ്റീവായതോടെ കടുത്ത നടപടികൾ ആരംഭിച്ചു വ്യോമയാന മന്ത്രാലയം. നിലവിലുള്ള ചട്ടങ്ങൾ പാലിക്കണമെന്നും പൈലറ്റുമാർക്ക് ലഹരി പരിശോധന കർശനമാക്കണമെന്നും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചതായാണ് പരിശോധനയിൽ സ്ഥിരീകരിച്ചത്. എയർ ഇന്ത്യ CEOയെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു. വിമാനം അപകടത്തിൽപ്പെടാൻ കാരണം ആകാശച്ചുഴി തന്നെയാണോ എന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിച്ചു വരികയാണ്. അന്വേഷണ സംഘം നൽകുന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളുണ്ടാകും. അന്വേഷണത്തിന് സഹായിക്കാൻ എയർ ഇന്ത്യയുടെ വിദഗ്ധ സംഘം ഡൽഹിയിലെത്തി. ഫ്രഞ്ച് വിമാന അപകട അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമാകും. ഓഗസ്റ്റ് 4-ന് ഫുക്കറ്റിൽ നിന്ന് 137 യാത്രക്കാരും 8 ജീവനക്കാരുമായി ഡൽഹിയിലേക്ക് പറന്ന വിമാനം ആകാശത്ത് വെച്ച് പെട്ടെന്ന് 300 അടിയോളം താഴേക്ക് പതിക്കുകയായിരുന്നു. പിന്നീട് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഫേസ്ബുക്കിൽ വെല്ലുവിളി പോസ്റ്റുകൾ ഇട്ടത് താൻ തന്നെയെന്ന് മൊഴി നൽകി അർജുൻ ആയങ്കി. തൻ്റെ ഐഫോണിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തത് എന്നും പല സ്ഥലങ്ങളിൽ നിന്നുള്ള വൈഫൈ ആണ് ഇതിനായി ഉപയോഗിച്ചത് എന്നും അർജുൻ ആയങ്കി മൊഴി നൽകി. ഫേസ്ബുക്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ മറ്റാരെയും ഏൽപ്പിച്ചിരുന്നില്ല എന്നും ആയങ്കിയുടെ മൊഴി. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഐഫോൺ പോലീസ് കണ്ടെടുത്തു. കൂടാതെ പ്രതി ഒളിവിൽ കഴിഞ്ഞ മട്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ എത്തി പോലീസ് തെളിവെടുത്തു. അർജുൻ ആയങ്കിയെ സഹായിച്ച സുഹൃത്ത് പ്രണവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ബന്ധുവായ കുട്ടന് വേണ്ടിയും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയെ 3 ദിവസത്തേക്കാണ് കണ്ണൂർ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. നീണ്ടകരയിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തിരച്ചിൽ ആരംഭിച്ചു. കൊച്ചിയിൽ നിന്ന് എത്തിയ ഹെലികോപ്റ്റർ കൊല്ലം അമൃതാനന്ദമയി മഠം തയ്യാറാക്കിയ ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷമാണ് തിരച്ചിലിനായി നീണ്ടകരയിലേക്ക് പുറപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, 11:30യോടുകൂടിയാണ് ഹെലികോപ്റ്റർ കൊല്ലം അമൃതാനന്ദമയി മഠം തയ്യാറാക്കിയ ഹെലിപാഡിൽ ഇറങ്ങിയത്. അതിനുശേഷം അല്പസമയം മുമ്പ് തിരച്ചിലിനായി നീണ്ടകരയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു, അല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ പ്രത്യേകം തയ്യാറാക്കിയ, അതായത് ഒറ്റ രാത്രി കൊണ്ട് തയ്യാറാക്കിയ ഈ ഹെലിപാഡ് വന്ന് മറൈൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷമാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്തത്. അതിനുശേഷം ഏകദേശം 1.5-2 മണിക്കൂറോളം ഇതിനായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങൾ, അതായത് ഇതിന് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, അത്തരത്തിൽ ഇന്ധനം നിറച്ചു. അതിനുശേഷം നേവിയുടെ ഒരു ഹെലികോപ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കടലിൽ നീണ്ടകര ഭാഗത്തും മറ്റുമൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ നേവിയുടെ ഹെലികോപ്റ്റർ മടങ്ങിയതിനു ശേഷമാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഇപ്പോൾ ഇവിടെ നിന്നും ഈ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ തയ്യാറാക്കിയ ഈ ഹെലിപാഡിൽ നിന്നും പറന്നുയർന്നത്. ഇപ്പോൾ നീണ്ടകര പ്രദേശത്ത് അത് തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഹെലിപാഡിൽ അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററിൽ ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു ക്യാമറ സംവിധാനമുണ്ട്. ഇത് കടലിലേക്ക് താഴ്ത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ കടലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിക്കൊണ്ടാണ് കടലിൽ നിരീക്ഷണം നടക്കുന്നത്. ഇത് ഈ മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടാവും. ഇത്തരത്തിൽ കടലിൻ്റെ ആഴത്തിൽ എത്തി കൃത്യമായ നിരീക്ഷണം ശക്തമാക്കി, അല്ലെങ്കിൽ നിരീക്ഷണത്തിലൂടെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഒക്കെയാണ് ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡ് ലക്ഷ്യമിടുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഗൗതം കൃഷ്ണയുടെ അമ്മ പറഞ്ഞതുപോലെ ഈ അപകടം നടന്ന സ്ഥലത്ത് ഈ മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളവും ഒപ്പം മറിഞ്ഞ സ്ഥലത്ത് തന്നെ ഈ വലയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വലയ്ക്കുള്ളിൽ കുടുങ്ങി ഒരുപക്ഷെ ഗൗതം കൃഷ്ണ കിടപ്പുണ്ടാവാം എന്ന തരത്തിലുള്ള ഒരു സംശയമൊക്കെ ഗൗതം കൃഷ്ണയുടെ അമ്മ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിലെ ഈ ഹെലികോപ്റ്റർ, അതായത് പ്രത്യേക സംവിധാനങ്ങളുള്ള ഈ ഹെലികോപ്റ്റർ തിരച്ചിലിനായി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും ഈ സാധാരണ നേവിയുടെ ഹെലികോപ്റ്റർ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയപ്പോൾ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെയൊക്കെ തിരച്ചിൽ നടത്തിയ സമയത്ത് കൊച്ചിയിൽ നിന്നും എത്തി ഇന്ധനം അടിച്ച് കൊച്ചിയിൽ നിന്നും എത്തി തിരികെ കൊച്ചിയിലേക്ക് ഇന്ധനത്തിനായി നിറയ്ക്കുന്നതിനും മറ്റുമൊക്കെ പുറപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് മാറ്റിക്കൊണ്ട്, അതായത് കൊച്ചിയിലേക്ക് വരെ യാത്ര ചെയ്യുമ്പോഴുള്ള സമയം അല്ലെങ്കിൽ ഇന്ധനം അത്രയും കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലത്ത് തന്നെ, അതായത് കരുനാഗപ്പള്ളിയിലെ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിനുള്ളിൽ തയ്യാറാക്കിയ ഈ ഹെലിപാഡിൽ ഇതിന് സമീപത്തായി തന്നെ ഇന്ധന ടാങ്കുകളും ഒപ്പം തന്നെ നിറച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ തിരച്ചിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിലൂടെ കൂടുതൽ സമയം തിരച്ചിൽ നടത്താനും ഒപ്പം ഇന്ധനം, അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊച്ചി വരെ യാത്ര ചെയ്യുന്നതിനുള്ള ഇന്ധനം നഷ്ടം ഒഴിവാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇത് ലക്ഷ്യമിടുന്നു. ഏതായാലും കേന്ദ്ര സഹമന്ത്രിയുടെ സുരേഷ് ഗോപിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അമൃതാനന്ദമയി മഠം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ കേന്ദ്ര സഹമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചതിന് പ്രകാരം, ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടതിന് പ്രകാരം അമ്മ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഈ ഒരു ഹെലിപാഡ് നിർമ്മിച്ച് കോസ്റ്റ് ഗാർഡിനും മറ്റുമൊക്കെ കൈമാറുകയാണ് ഉണ്ടായത്. എല്ലാ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ നിന്നും ഹെലികോപ്റ്റർ തിരച്ചിലിനായി പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇതിനുശേഷം ഒരുപക്ഷേ വൈകിട്ടോട് കൂടിയായിരിക്കാം ഇവിടെ മടങ്ങിയെത്തുക, അല്ലെങ്കിൽ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇന്ധനം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് മടങ്ങിയെത്തി ഇന്ധനം നിറച്ച ശേഷം വീണ്ടും തിരച്ചിൽ നടത്തും. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര യുവജന ദിനമായ ഇന്ന് യുവജനങ്ങൾക്കായി സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്ന് പ്രധാനമന്ത്രി. യുവത്വത്തെ പ്രകീർത്തിച്ച മോദി, യുവത്വം രാജ്യത്തിന്റെ ഭാവി മാത്രമല്ല വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തി കൂടിയാണെന്ന് പറഞ്ഞു. ആരാധിക്കുന്ന ആരുടെയെങ്കിലും പുസ്തകം വായിക്കണമെന്നും പ്രധാനമന്ത്രി യുവജനങ്ങളോട് ഉപദേശിച്ചു. അതേസമയം സ്വാതന്ത്ര്യദിനത്തിൽ RSS സംഘചാലക് മോഹൻ ഭാഗവത് ജൻസികളോട് സംവദിക്കും. നാഗ്പൂരിൽ സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിനിടെയായിരിക്കും സംവാദം. ഭാരതത്തിന്റെ ഭാവിയും യുവാക്കളുടെ സംഭാവനയും എന്ന വിഷയത്തിലായിരിക്കും സംവാദം. ഗണേഷ് കുമാറിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഗണേഷിന് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള നിരാശയെന്നും സ്വന്തം അച്ഛന് എതിരെ പോലും പറഞ്ഞിട്ടുള്ള ആളാണ് ഗണേഷ് എന്നും സുകുമാരൻ നായർ പറഞ്ഞു. NSS താലൂക്ക് യൂണിയൻ പിരിച്ചുവിടേണ്ടി വന്നാൽ വൈകുന്നേരമല്ല രാത്രിയിലായാലും അത് ചെയ്യും. NSSൽ ജനാധിപത്യപരമായല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എങ്കിൽ ഗണേഷ് കേസ് കൊടുക്കട്ടെ എന്നും താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഘട്ടത്തിലും മാറ്റി പറഞ്ഞിട്ടില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. അങ്ങനെ കേസ് കൊടുക്കട്ടെ. ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അയാളുടെ അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ താമരശ്ശേരി ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കാനൊരുങ്ങി പ്ലാന്റ് ഉടമസ്ഥർ. സർക്കാരിന്റെ സഹകരണത്തോടെ പുതിയ സ്ഥലം കണ്ടെത്താനാണ് നീക്കം. നിലവിലെ സാഹചര്യം സംബന്ധിച്ച് ജില്ലാ കളക്ടർ നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പ്ലാന്റ് മാറ്റി സ്ഥാപിക്കാൻ തയ്യാറെന്ന് കമ്പനി അറിയിച്ചത്.
താമരശ്ശേരി ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചാൽ ശക്തമായ സമരം തുടരുമെന്ന നാട്ടുകാരുടെ താക്കീതും പ്രദേശത്ത് കടുത്ത ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന പോലീസ് റിപ്പോർട്ടും പരിഗണിച്ചാണ് ഉടമസ്ഥർ പ്ലാന്റ് മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത്. സർക്കാരിന്റെ സഹകരണത്തോടെ ജനവാസ മേഖലയിൽ നിന്നും അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് പ്ലാന്റ് മാറ്റി സ്ഥാപിക്കാനാണ് നീക്കം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്ലാന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. നിലവിൽ അന്തിമ കോടതി വിധി വരുന്നതുവരെ പ്ലാന്റ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് താമരശ്ശേരി തഹസിൽദാറും റവന്യൂ സംഘവും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ പുഴയിൽ നിന്നും വെള്ളവും ശേഖരിച്ചു. തഹസിൽദാർ തയ്യാറാക്കിയ ഏകീകൃത റിപ്പോർട്ട് ജില്ലാ കളക്ടർ നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഉടമകളുടെ പുതിയ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. അതിരപ്പള്ളിയിൽ കാട്ടാന വനപാലകരെ ആക്രമിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും 2 വനം വാച്ചർമാർക്കുമാണ് പരിക്കേറ്റത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവർക്കാണ് പരിക്ക്. പട്രോളിങ്ങിനിടെ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ആന ഇവരെ ആക്രമിച്ചത്. വനപാലകരുടെ ജീപ്പും ആന ആക്രമിക്കാൻ ശ്രമിച്ചു. പരിക്കേറ്റ വനപാലകരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർക്കിടക വാവ് ദിനത്തിൽ പിതൃക്കളുടെ സ്മരണയിൽ ബലിതർപ്പണം നടത്തിയ വിശ്വാസികൾ. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രത്തിലും കൊല്ലത്ത് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പത്തനംതിട്ടയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഉൾപ്പെടെ വിവിധ പുണ്യസ്നാന ഘട്ടങ്ങളിലും ബലിതർപ്പണം നടന്നു. പിതൃമോക്ഷം തേടി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വിശ്വാസികൾ ബലിതർപ്പണം നടത്തി. തെക്കൻ ജില്ലകളിൽ പ്രധാന ക്ഷേത്രങ്ങളിലും പുണ്യസ്നാന ഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തെക്കൻ ജില്ലകളിലെ പ്രധാന ക്ഷേത്രമായ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ വിവിധയിടങ്ങളിൽ നിന്ന് തലേദിവസം തന്നെ വിശ്വാസികൾ എത്തിയിരുന്നു. വർക്കല പാപനാശം കടപ്പുറത്തും വിശ്വാസികളുടെ ഒഴുക്കായിരുന്നു. മൈതാനം മുതൽ പാപനാശം വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ശംഖുമുഖം കടപ്പുറത്തും ബലിതർപ്പണം നടന്നു. കൊല്ലത്തും വിവിധ ക്ഷേത്രങ്ങളിലും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ചടങ്ങുകൾ നടന്നു. പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്ര കടവുകളിലും പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. പ്രസിദ്ധമായ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് വടക്കേ നടയിലെ ക്ഷേത്രക്കടവ്, മേൽശാന്തിക്കടവ്, സത്രക്കടവ് എന്നിവിടങ്ങളിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ക്ഷേത്രോപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അയിരൂർ ചെറുകോൽപ്പുഴ വിദ്യാധിരാജ നഗർ, വള്ളിക്കോട്ട് തൃപ്പാറ മഹാദേവൻ ക്ഷേത്രം, പന്തളം മഹാദേവ ക്ഷേത്രം, കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്, പമ്പ ത്രിവേണി തുടങ്ങിയ വിവിധ ക്ഷേത്രക്കടവുകളിലും ചടങ്ങുകൾ നടന്നു. മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ നദികളുടെ ജലനിരപ്പ് ഉയർന്ന നിലയിലായതിനാൽ സംഘാടകരും പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സംവിധാനങ്ങളും വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കർക്കിടക അമാവാസിയിൽ പിതൃപുണ്യം തേടി 10,000 ബലിതർപ്പണ കേന്ദ്രങ്ങളിലെത്തി. മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിലും തീർത്ഥസ്നാനങ്ങളിലും ബലിതർപ്പണത്തിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. എള്ളും പൂവും നീരും ചേർത്ത പിണ്ഡം സമർപ്പിച്ച് പിതൃമോക്ഷത്തിനായി പ്രാർത്ഥിച്ച് സംതൃപ്തിയോടെയാണ് വിശ്വാസികൾ മടങ്ങിയത്. കർക്കിടകവാവ് ദിനത്തിൽ ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തിയും തൃപ്തിയും ലഭിക്കുമെന്ന വിശ്വാസത്തിൽ നിരവധി പേരാണ് മലബാറിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലെത്തിയത്. മിക്കയിടങ്ങളിലും ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. മലബാറിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുനാവായ, തിരുനെല്ലി, വരയ്ക്കൽ, ഗോതീശ്വരം, മണക്കടവ് തീർത്ഥസ്ഥാനം, പയ്യാമ്പലം, തൃക്കണ്ണാട് എന്നിവിടങ്ങളിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുനാവായയിൽ 15 ബലിത്തറകളിലായാണ് ചടങ്ങുകൾ നടന്നത്. ഭാരതപ്പുഴയിലെ ഒഴുക്ക് കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. കടലേറ്റ സാധ്യതയുള്ളതിനാൽ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമിയിലെത്തുന്നവരുടെ സുരക്ഷ മുൻനിർത്തി ലൈഫ് ഗാർഡ്, അഗ്നിരക്ഷാസേന എന്നിവരുടെ സേവനവും ഉറപ്പുവരുത്തി. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി കർണാടകയിൽ നിന്നുൾപ്പെടെ വിശ്വാസികളെത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്. കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. നിരവധി പേരാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. മാതാ അമൃതാനന്ദമയി കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കർക്കിടക വാവുബലിയായി ഇന്ന് പിതൃതർപ്പണത്തിനായി ആയിരക്കണക്കിന് ആളുകൾ ആലുവ മണപ്പുറത്ത് എത്തി. പുലർച്ചെ 2 മണിക്ക് തുടങ്ങിയ ബലിതർപ്പണം വൈകിട്ട് 3 മണിവരെ നീളും.
മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എറണാകുളം തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. ഓം പവിത്രം പാപനാശനം ആയുസ്തേജോ ബലം സൗഖ്യം മമ പിതൃ അമാവാസി. പിതൃമോക്ഷ കർമ്മങ്ങൾക്കായി പുലർച്ചെ മുതൽ ആലുവ പെരിയാർ തീരത്തേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കായിരുന്നു. 40 താൽക്കാലിക ബലിത്തറകളിലാണ് ചടങ്ങുകൾ നടന്നത്. പിതൃക്കൾക്കായുള്ള പ്രാർത്ഥനകളോടെ ആയിരക്കണക്കിന് ആളുകൾ വിവിധ ജില്ലകളിൽ നിന്നായി ആലുവയിലെത്തി. ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 5 മണിയോടെ മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പിതൃപൂജ, കൂട്ടനമസ്കാരം, സായുജ്യ പൂജ തുടങ്ങിയ ചടങ്ങുകളും നടന്നു. 2 ദിവസമായി മഴ മാറി നിന്നതും ഭക്തർക്ക് ആശ്വാസമായി. എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. പ്രതീക്ഷിച്ചതല്ല ഈ മഴയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ഭംഗിയായി. ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എല്ലാം ഭംഗിയായി കിട്ടി. എല്ലാ തവണ ഇവിടെ എല്ലാ വർഷവും വരാറുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എറണാകുളം തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. കോട്ടയം ജില്ലയിൽ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം, പെരുന്നക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, വെന്നിമല ശ്രീ രാമലക്ഷ്മണ ക്ഷേത്രം, വേദഗിരി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, പുന്നത്തുറ ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം, പാല ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ ആയിരങ്ങൾ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി. ഇടുക്കി അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ പുലർച്ചെ 5 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഇടുക്കി ജലസംഭരണിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചതെന്ന് കരുതുന്ന പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മധ്യകേരളത്തിൽ പൊതുവിൽ തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ ബലിതർപ്പണ ചടങ്ങുകൾ സുഗമമായി നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. കണ്ണൂർ ചുക്ലിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ ലേഖയുടെ മരണത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച് MLA പി. മുഹമ്മദ് റിയാസ്. ദീപ ലേഖയുടേത് സർക്കാർ സ്പോൺസേഡ് മരണമാണെന്ന് മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു. രാഷ്ട്രീയ വിരോധം വെച്ചാണ് ദീപ ലേഖയെ സ്ഥലം മാറ്റിയത്. രാഷ്ട്രീയ ഭീരുവായ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശന് എന്നും റിയാസ് കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണ്. ഒഴിവാക്കാമായിരുന്ന ഒരു സംഭവം. വൈരനിരാധന ബുദ്ധിയോടുകൂടി മനസ്സിന് വലുപ്പമില്ലാത്ത ചിലരുടെ താല്പര്യങ്ങളെ പിന്തുണച്ച് അവർക്ക് ഊർജം പകർന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. ചാലിയാറിൽ മീൻ പിടിക്കുന്നതിനിടെ തോണി മറിഞ്ഞ് കാണാതായ 23-കാരൻ്റെ മൃതദേഹം കണ്ടെത്തി. കോഴിക്കോട് കുതിരാടം സ്വദേശി ബാസിലിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സ്കൂബ ടീം നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം ലഭിച്ചത്. പുലർച്ചെ 12:30യോടെയാണ് അപകടം ഉണ്ടായത്. 2 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. യുവേഫ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. PSG ആസ്റ്റൺ വില്ല പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 12:30 ഓസ്ട്രിയയിലാണ് നടക്കുക. ലോകകപ്പിന് ശേഷമുള്ള ആദ്യ പ്രധാന മത്സരമാണിത്. ക്ലബ് ഫുട്ബോളിൻ്റെ തുടക്കം അറിയിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് നടക്കുക. PSG ആണ് നിലവിലെ ചാമ്പ്യന്മാർ. ലോകകപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട സൊമാലിയൻ റഫറിയാണ് മത്സരം നിയന്ത്രിക്കുക. വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. വാർത്തകളെല്ലാം കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.